നമ്മുടെ സംസ്ഥാനത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് പാലക്കാട് വാളയാറിൽ സംഭവിച്ചത്. ഒരു മനുഷ്യനെ ആൾക്കൂട്ട കൊലപാതകം നടത്തുക എന്ന ഏറ്റവും ദാരുണമായ സംഭവം നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിച്ചതാണ്. കേരളത്തിൽ തന്നെയാണോ ഇങ്ങനെ നടക്കുന്നത് എന്ന ഏറ്റവും ആശങ്ക നിറഞ്ഞ ചോദ്യം നമ്മൾ ഉയർത്തുകയുണ്ടായി. ആ കേസിൽ 15ഓളം പേരാണ് അതിൽ ആ രാംനാരായണൻ എന്ന് പറയുന്ന അതിഥി തൊഴിലാളിയെ വളഞ്ഞു വച്ച് തല്ലിക്കൊന്നത് എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. മോഷ്ടാവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ആ മനുഷ്യനെ കൊലപ്പെടുത്തിയത്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ സ്വന്തം നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. അയാളെ കണ്ടപ്പോൾ അവർക്ക് സംശയം തോന്നിയത്രേ മോഷ്ടാവാണെന്ന് സംശയം തോന്നിയാൽ ഒരാളെ തല്ലിക്കൊല്ലുകയാണോ ചെയ്യേണ്ടത്? ആരാണ് അവർക്ക് അതിന് അധികാരം നൽകിയത്? ആരാണ് ഇവർ ഇപ്പോൾ അറസ്റ്റിലായ റിമാൻഡിലായ പ്രതികളിൽ 5 പേരാണ്. അവർ RSS BJP പ്രവർത്തകരാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഏതായാലും കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി സച്ചിൻ എന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ 5 പേരല്ല, അതിനപ്പുറത്തേക്കുള്ള വലിയ കൂട്ടമുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ അറസ്റ്റിലായ 5 പേരിൽ പലരും BJP RSS പ്രവർത്തകരാണ്, ഒപ്പം തന്നെ സ്ഥിരം കുറ്റവാളികളുമാണ് എന്ന വിവരങ്ങളാണോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്? മനു, ഗുഡ് മോർണിംഗ്. തീർച്ചയായും വലിയ ഒരു ദാരുണമായ സംഭവം തന്നെയാണ് കഴിഞ്ഞ ബുധനാഴ്ചയോടുകൂടെ പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് നടന്നിട്ടുള്ളത്. അതിഥി തൊഴിലാളിയായ രാംനാരായണനെയാണ് ഒരു കൂട്ടം ആളുകൾ സംഘം ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നിലവിൽ 5 പേരാണ് ഇന്നലെ അറസ്റ്റിലായിട്ടുള്ളത്. അവരെ നിലവിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 4 പേരും RSS BJP പ്രവർത്തകരാണ് എന്നാണ് നിലവിൽ പോലീസിൽ നിന്നും ലഭിച്ച വിവരം. കാരണം മുൻപും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾക്കും അതേപോലെ തന്നെ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിലെല്ലാം പ്രതിയായ ആളുകളടക്കം ഈ അക്രമത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ് പോലീസിൽ നിന്നും വ്യക്തമാകുന്നത്. പ്രധാനമായും DYFI പ്രവർത്തകനും അതേപോലെ തന്നെ CITU പ്രവർത്തകരെയൊക്കെ മർദ്ദിച്ച കേസിലെ പ്രതികളും ഈ അതിഥി തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളാണ് എന്ന കാര്യം പോലീസിൽ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. പാലക്കാട് അട്ടപ്പള്ളത്തെ DYFI പ്രവർത്തകനായ വിനോദിനെയും അതേപോലെ തന്നെ ചുമട്ട് തൊഴിലാളി CITUയുടെ ചുമട്ട് തൊഴിലാളിയായ സ്റ്റീഫനെയും മർദ്ദിച്ച കേസിലെ പ്രതികളായ അതുപോലെ തന്നെ മുരളി എന്നിവർ ഈ കേസിൽ പ്രതിയാണ്. കൂടാതെ തന്നെ അനന്തൻ അതേപോലെ തന്നെ പ്രസാദ്, ബിബിൻ തുടങ്ങി 5 പേരെയാണ് നിലവിൽ വാളയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വലിയ ദാരുണമായ സംഭവം തന്നെയാണ് പാലക്കാട് അട്ടപ്പള്ളത്ത് നടന്നിട്ടുള്ളത്. അതായത് രാംനാരായണൻ എന്ന അതിഥി തൊഴിലാളി ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് ഇന്നലെ വാളയാറിൽ സംഭവിച്ചിരിക്കുന്നത്. കൂട്ടം കൂടി മർദ്ദിച്ച് കൊലപ്പെടുത്തുക എന്ന് പറയാനുള്ള അധികാരം ഇവർക്ക് ആരാണ് നൽകിയത്? അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആ രീതിയിൽ തന്നെ പോലീസ് അത് പരിശോധിക്കുന്നുവെന്ന് വേണം ഞാൻ മനസ്സിലാക്കാൻ. പക്ഷേ എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട് സച്ചിൻ. ഇത്രയും ദാരുണമായൊരു സംഭവം നടന്നിട്ടും ഈ അറസ്റ്റിലായ പ്രതികളുടെ രാഷ്ട്രീയം പറയാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ വല്ലാതെ മടിക്കുന്നു എന്നതാണ്. ഇന്നും ഞാനൊരു പ്രധാന മാധ്യമത്തിന്റെ തലക്കെട്ട് കണ്ടിട്ടാണ് വരുന്നത്. ഒരക്ഷരം പോലും ഇവർ RSS BJP പ്രവർത്തകരാണ് എന്ന് പറയുന്നതേയില്ല. ഇങ്ങനെ ഇവരുടെ രാഷ്ട്രീയം മൂടിവെക്കുന്നത് കൊണ്ട് എന്താണ് അവർക്ക് കിട്ടുന്നത്? അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം ഇവരെ അതായത് കോടതിയിൽ ഹാജരാക്കാൻ എത്തിയപ്പോൾ പാലക്കാട് അതിദാരുണമായ മുൻപ് കൊലപാതകങ്ങളുടെ ഒരു പരമ്പര നടന്നിരുന്നു. RSSകാർ SDPI വെട്ടുന്നു, SDPIക്കാർ RSSകാരെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. അത്തരത്തിൽ SDPI പ്രവർത്തകനായ സുബേറിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ജിനീഷ് എന്ന കണ്ണൻ അടക്കമുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഈ ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊലപ്പെടുത്തിയ പ്രതികളെ കാണാൻ വേണ്ടി ഇന്നലെ പാലക്കാട് കോടതിയിലടക്കം എത്തിയിട്ടുള്ളത്. അതിൽ നിന്നുമെല്ലാം കൃത്യമായ രീതിയിൽ RSSൻ്റെ ബന്ധം എന്താണ്, BJPയുടെ ബന്ധം എന്താണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് പോലും മാധ്യമങ്ങളാരും ഇത്തരത്തിൽ വാർത്ത കൊടുത്തതായി കണ്ടിട്ടുമില്ല. നിലവിൽ 5 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. മനു പറഞ്ഞതുപോലെ തന്നെ 15-ലധികം പേരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടെ തള്ളിക്കളയാനാവില്ല. കാരണം നിരവധി പേരാണ് ക്രൂരമായ രീതിയിൽ രാംനാരായണനെ മർദ്ദിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം ഇന്നലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് നടന്നത്. പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡോക്ടർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വലിയ രീതിയിൽ 1 ഇഞ്ച് പോലും ശരീരത്തിൽ ബാക്കിയില്ല, മർദ്ദനം മേൽക്കാത്ത ശരീരഭാഗങ്ങൾ ഇല്ല എന്ന് തന്നെയാണ്
തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. വലിയ ദാരുണമായ സംഭവം നടക്കുന്നു. അതായത് മോഷ്ടാവാണ് എന്ന് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മർദ്ദനം വാളയാറിൽ നടക്കുന്നത്. രാംനാരായണൻ കഴിഞ്ഞ ഒരാഴ്ചത്തോളം മാത്രമായി പാലക്കാട് ജോലിക്കായി എത്തിയിട്ടുള്ളത്. കഞ്ചിക്കോട് വ്യവസായ മേഖലയോട് ചേർന്നിട്ടുള്ള പ്രദേശത്താണ് രാംനാരായണൻ ജോലി ചെയ്യുന്നത് എന്ന് തന്നെയാണ് ബന്ധു വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ രാംനാരായണൻ ഇന്നലെ ബുധനാഴ്ച വഴിതെറ്റിയാണ് വാളയാർ അട്ടപ്പള്ളം ഭാഗത്ത് എത്തിയത് എന്നും ബന്ധു വ്യക്തമാക്കുന്നുണ്ട്. മദ്യപിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്, മദ്യപിക്കാറുണ്ട് എന്ന കാര്യവും ബന്ധു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്.